2021 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് NV രമണ. മുഴുവൻ പേര് നുതലാപതി വെങ്കിട്ടരമണ. ഇന്ത്യയുടെ 24ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ. വിയറ്റ്നാമിലെ പുതിയ പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ. വിയറ്റ്നാമിലെ പുതിയ പ്രസിഡന്റ് ന്യൂയൻ സുവാൻ ഫുക്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് NV രമണ. മുഴുവൻ പേര് നുതലാപതി വെങ്കിട്ടരമണ. 24ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ. വിയറ്റ്നാമിലെ പുതിയ പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ. പ്രസിഡന്റ് ന്യൂയൻ സുവാൻ ഫുക്. 51ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 ലഭിച്ചത് രജനീകാന്ത്. 2019 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിർണായക സമിതി അംഗമായ മലയാളി മോഹൻലാൽ. 2020 സരസ്വതി സമ്മാൻ ലഭിച്ചത് ചരൺ കുമാർ ലിംബാളെ. മറാഠി കൃതിക്കാണ് നൽകിയത്. കൃതി സനാതൻ. ഹൂസ്റ്റൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള റമ്മി അവാർഡ് നേടിയ ഇൻഡോ അമേരിക്കൻ സംവിധായിക ലക്ഷ്മി ദേവി. ചിത്രം വെൻ ദി മ്യൂസിക് ചേഞ്ചസ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. 51ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 ലഭിച്ചത് രജനീകാന്ത്. പുരസ്കാര നിർണായക സമിതി അംഗമായ മലയാളി മോഹൻലാൽ. 2020 സരസ്വതി സമ്മാൻ ലഭിച്ചത് ചരൺ കുമാർ ലിംബാളെ. കൃതി സനാതൻ. ഹൂസ്റ്റൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള റമ്മി അവാർഡ് നേടിയ ഇൻഡോ അമേരിക്കൻ സംവിധായിക ലക്ഷ്മി ദേവി. ചിത്രം വെൻ ദി മ്യൂസിക് ചേഞ്ചസ്. 2010-2021 ദശകത്തിലെ മികച്ച ഏകദിന ക്രിക്കറ്റ് താരത്തിനുള്ള വിസ്ഡൺ പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി. സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജയം നേടിയ ക്യാപ്റ്റൻ അസ്കർ അഫ്ഗാനിസ്ഥാൻ. 2022 ICC വനിതാ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ഗേൾ ഗ്യാങ്. ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം. ഒളിമ്പിക് പായ് വഞ്ചിയോട്ടം അല്ലെങ്കിൽ സെയിലിംഗിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരി നേത്ര കുമാനൻ, തമിഴ്നാട്. രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം കൃണാൽ പാണ്ഡ്യ. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ വിന്റർ സ്പോർട്സ് അതോറിറ്റി നിലവിൽ വരുന്ന നഗരം ഗുൽമാർഗ്, ജമ്മു കാശ്മീർ. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനം യോഗ. IPL 350 സിക്സുകൾ നേടുന്ന ആദ്യ താരം ക്രിസ് ഗെയിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. 2010-2021 ദശകത്തിലെ മികച്ച ഏകദിന ക്രിക്കറ്റ് താരത്തിനുള്ള
വിൻസൺ പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി. സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. രാജ്യാന്തര ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജയം നേടിയ ക്യാപ്റ്റൻ അസ്ഗർ അഫ്ഗാൻ, അഫ്ഗാനിസ്ഥാൻ. 2022 ICC വനിതാ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ഗേൾ ഗ്യാങ്. ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി കൂടുതൽ വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം. ഒളിമ്പിക് പായ് വഞ്ചിയോട്ടം അല്ലെങ്കിൽ സെയിലിംഗിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരി നേത്ര കുമാരൻ, തമിഴ്നാട്. രാജ്യാന്തര ഏകദിന അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് കൃണാൽ പാണ്ഡ്യ. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ വിൻ്റർ സ്പോർട്സ് അതോറിറ്റി നിലവിൽ വരുന്ന നഗരം ഗുൽമാർഗ്, ജമ്മു കാശ്മീർ. 2021 ഹേലോ ഇന്ത്യ യൂത്ത് ഗെയിമിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനം യോഗ. IPL 350 സിക്സുകൾ നേടുന്ന ആദ്യ താരം ക്രിസ് ഗെയിൽ. 2021 സ്പോർട്സ് സ്റ്റാർ പുരസ്കാരങ്ങൾ. ഇൻസ്പിരേഷൻ ജെയിന്റ് ഓഫ് ഇന്ത്യ സ്പോർട്സ് പുരസ്കാരം നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കർ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് GR വിശ്വനാഥ്. ദശകത്തിൻ്റെ സ്പോർട്സ്മാൻ MS ധോണി. ദശകത്തിൻ്റെ സ്പോർട്സ് വുമൺ മിതാലി രാജ്. 2021 സ്പോർട്സ് സ്റ്റാർ പുരസ്കാരങ്ങൾ. ഇൻസ്പിരേഷൻ ജെയിന്റ് ഓഫ് ഇന്ത്യ സ്പോർട്സ് പുരസ്കാരം നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് GR വിശ്വനാഥ്. ദശകത്തിൻ്റെ സ്പോർട്സ്മാൻ MS ധോണി. ദശകത്തിൻ്റെ സ്പോർട്സ് വുമൺ മിതാലി രാജ്. മൃഗങ്ങൾക്കായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിനാണ് കാർണിവാക്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ രാജ്യം ഉത്തര കൊറിയ. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്ഥിരീകരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി തുൾസാബായി, 118 വയസ്സ്. പരമാവധി ആളുകളെ COVID-19 എതിരായി വാക്സിൻ എടുപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ടിക ഉത്സവ്. കോവിഡ് രോഗികളുടെ കട്ടിലിനരികിലേക്ക് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പ്രാണ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. മൃഗങ്ങൾക്കായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിൻ കാർണിവാക്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ രാജ്യം ഉത്തര കൊറിയ. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്ഥിരീകരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് തുൾസാബായി, 118 വയസ്സ്. പരമാവധി ആളുകളെ COVID-19 എതിരായി വാക്സിൻ എടുപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ടിക ഉത്സവ്. കോവിഡ് രോഗികളുടെ കട്ടിലിനരികിലേക്ക് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പ്രാണ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ ഉള്ള നഗരം ബെയ്ജിംഗ്. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം മുംബൈ. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബെസോസ്, ആമസോൺ സ്ഥാപകനാണ്. രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി ഇലൺ മസ്ക്, ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ സ്ഥാപകൻ. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സമ്പന്നനായ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ മുകേഷ് അംബാനി. ഏറ്റവും സമ്പന്നനായ മലയാളി MA യൂസഫ് അലി.
രണ്ടാമത്തെ മലയാളി ക്രിസ് ഗോപാലകൃഷ്ണൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം ബെയ്ജിംഗ്. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം മുംബൈ. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബെസോസ്, ആമസോൺ സ്ഥാപകൻ. രണ്ടാമത്തെ വ്യക്തി ഇലൺ മസ്ക്, ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ സ്ഥാപകൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനി. ഏറ്റവും വലിയ മലയാളിയായ സമ്പന്നൻ MA യൂസഫ് അലി. രണ്ടാമത്തത് ക്രിസ് ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യ ശീതീകരിച്ച റെയിൽവേ ടെർമിനൽ ബാംഗ്ലൂരു ബൈനഹള്ളിയിലെ സർ M വിശ്വേശ്വരയ്യ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത റെയിൽവേ സോൺ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. അടുത്തിടെ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വസ്ഥാനം രാജിവെച്ചത് റൗൾ കാസ്ട്രോ. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ഫസ്റ്റ് സെക്രട്ടറി മിഖായേൽ ഡിയാസ് കൈനൻ. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ KS മണിലാലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സസ്യം ലിഡ്സിയ മണിലാലിയാന. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ ശീതീകരിച്ച റെയിൽവേ ടെർമിനൽ ബാംഗ്ലൂരു ബൈനഹള്ളിയിലെ സർ M വിശ്വേശ്വരയ്യ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത റെയിൽവേ സോൺ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. അടുത്തിടെ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വസ്ഥാനം രാജിവെച്ചത് റൗൾ കാസ്ട്രോ. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ മിഖായേൽ ഡിയാസ് കൈനൻ. KS മണിലാലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സസ്യമാണ് ലിഡ്സിയ മണിലാലിയാന. അടുത്തിടെ അന്തരിച്ച പ്രമുഖ തമിഴ് നടൻ വിവേക്. അടുത്തിടെ അന്തരിച്ച മുൻ CBI മേധാവി രഞ്ജിത്ത് സിൻഹ. യജമാനൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് 2013 സുപ്രീം കോടതി നിരീക്ഷിച്ചത് രഞ്ജിത്ത് സിൻഹ CBI മേധാവിയായിരിക്കുമ്പോഴാണ്. അടുത്തിടെ അന്തരിച്ച ചന്ദ്രയാത്രികൻ മൈക്കൽ കോളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ 11 ദൗത്യത്തിൻ്റെ കമാൻഡർ മോഡ്യൂൾ പൈലറ്റ് ആയിരുന്നു മൈക്കൽ കോളിൻസ്. മറക്കപ്പെട്ട ബഹിരാകാശ യാത്രികനെന്നാണ് മൈക്കൽ കോളിൻസ് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച യാത്രാക്കപ്പലാണ് സിന്ധു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത നാവിക അഭ്യാസമാണ് പാസെക്സ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അടുത്തിടെ അന്തരിച്ച പ്രമുഖ തമിഴ് നടൻ വിവേക്. അടുത്തിടെ അന്തരിച്ച മുൻ CBI മേധാവി രഞ്ജിത്ത് സിൻഹ. യജമാനൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് 2013 സുപ്രീം കോടതി നിരീക്ഷിച്ചത് രഞ്ജിത്ത് സിൻഹ CBI മേധാവിയായിരിക്കുമ്പോൾ. അടുത്തിടെ അന്തരിച്ച ചന്ദ്രയാത്രികനാണ് മൈക്കൽ കോളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ 11 ദൗത്യത്തിൻ്റെ കമാൻഡ് മോഡ്യൂൾ പൈലറ്റ് ആയിരുന്നു മൈക്കൽ കോളിൻസ്. മറക്കപ്പെട്ട ബഹിരാകാശ യാത്രികനെന്നാണ് മൈക്കൽ കോളിൻസ് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച യാത്രാക്കപ്പലാണ് സിന്ധു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത നാവികാഭ്യാസമാണ് പാസെക്സ്. 2020 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന നഗരം ഹോട്ടാൻ, ചൈന. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് 38 വിക്ഷേപണം നടത്തിയ റോക്കറ്റ്
സോയൂസ് 2.1A. ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി പറന്ന ആദ്യ ഹെലികോപ്റ്റർ ഇൻജെന്യൂറ്റി. 2024 റാഷിദ് എന്ന പേരിൽ ചന്ദ്രനിലേക്ക് റോവർ ദൗത്യം നടത്തുന്ന രാജ്യം UAE. UAEയുടെ രണ്ടാം ബഹിരാകാശ ദൗത്യത്തിൽ ഉൾപ്പെട്ട വനിതാ സഞ്ചാരിയാണ് നോറ അൽ മാത്രൂഷി. ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ആദ്യ മധ്യ അമേരിക്കൻ രാജ്യമാണ് എൽ സാൽവദോർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡൻ ശ്രീനഗർ. ഇന്ത്യൻ നാവികസേന അടുത്തിടെ കമ്മീഷൻ ചെയ്ത സമുദ്ര നിരീക്ഷണ ആണവ മിസൈൽ ട്രാക്കിംഗ് കപ്പലാണ് INS ധ്രുവ്. സാമ്പത്തിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാന നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ്. 2021 ലോകാരോഗ്യ ദിന പ്രമേയം ബിൽഡിംഗ് എ ഫെയറവർ ഹെൽത്തിയർ വേൾഡ് ഫോർ എവരിവൺ. ലിംഗസമത്വത്തിൻ്റെ ഭാഗമായി വ്യോമസേനയിൽ എയർമെൻ എന്ന വാക്കിനു പകരം ഏവിയേറ്റർ എന്ന പദം ചേർത്ത രാജ്യം ഓസ്ട്രേലിയ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് കമന്റർ ചന്ദ്ര നായിഡു. സമീകൃത ആഹാര രീതി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് ആഹാൻ ക്രാന്തി. പട്ടികവർഗ വിഭാഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും പോഷണവും ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനാമായ. അടുത്തിടെ ഈജിപ്തിൽ കണ്ടെത്തിയ 3000 വർഷം പഴക്കമുള്ള നഗരം ആൻഡൻ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര നാടക പ്രവർത്തകനാണ് B. ബാലചന്ദ്രൻ. കൂടുതൽ PSC ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.